വെൽക്കം ടു ഫുട്ബോൾ ആൽക്കെമിസ്റ്റ്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റോഡ്രിഗോനെ കുറിച്ചാണ്. ഒരു റോഡ്രിഗോ സാഗ മിക്കവാറും നടന്നേക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടാൻ റെഡിയാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഒരു ക്ലബ്ബ് വേൾഡ് കപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ റോഡ്രിഗോക്ക് അവസരം കിട്ടിയത് വളരെ കുറവായിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മാച്ചിൽ പോലും റോഡ്രിഗോ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതായത് സാബിൻ്റെ ആ ഒരു സിസ്റ്റത്തിൽ ആളില്ല എന്നാണ് നമ്മളിതിന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെ ഒരുപാട് റൂമേഴ്സ് വന്നു. പ്രധാനമായിട്ടും ആഴ്സണലിനായിട്ട് ലിങ്ക് ചെയ്ത് റൂമേഴ്സ് വന്നു. അതുപോലെ തന്നെ ലിവർപൂളിനായിട്ടും ലിങ്ക് ചെയ്തിട്ടുള്ള റൂമേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പ്ലെയർ എങ്ങോട്ട് പോകാനായിരിക്കും ചാൻസ് കൂടുതൽ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ചുമ്മാ ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഇപ്പോൾ റോഡ്രിഗോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബ്രസീലിയനാണ്. ആൾ പ്രൂവ് ചെയ്തിട്ടുള്ള പ്ലെയറാണ്. അത് ലാലിഗയിലാണെങ്കിലും UCL ആണെങ്കിൽ തന്നെ തകർത്ത് കളിച്ചിട്ടുള്ള പ്ലെയറാണ്. അപ്പം തന്നെ ആൾ പ്രധാനമായിട്ടും കളിക്കുന്നത് ആ ഒരു റൈറ്റ് വിങ് പൊസിഷനാണ്. പക്ഷെ ആളുടെ നാച്ചുറൽ എബിലിറ്റി എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങറായിട്ട് കളിക്കാനാണ്. റൈറ്റ് വിങ്ങിൽ തനിക്ക് അത്ര നാച്ചുറലായിട്ട് കളിക്കാൻ പറ്റാത്ത റൈറ്റ് വിങ്ങിൽ നിന്നുകൊണ്ട് തന്നെ ആൾ അങ്ങനെ കളിക്കുന്നുണ്ടെങ്കിൽ ആൾ ലെഫ്റ്റ് വിങ്ങിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ടൊരു സീസണൊക്കെ ഫുൾ അങ്ങോട്ട് ലെഫ്റ്റിൽ കളിച്ചു കഴിഞ്ഞാൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഊഹിച്ചാലേ മനസ്സിലാവും. അങ്ങനത്തെ ക്വാളിറ്റിയുള്ള പ്ലെയറാണ്, ഭീകര ക്വാളിറ്റിയുള്ള പ്ലെയറാണ് റോഡ്രിഗോ എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ തന്നെ വിനീഷ്യസ് പുറത്തിരുന്ന സമയത്ത് നമ്മുടെ റോഡ്രിഗോ ലെഫ്റ്റിൽ കളിച്ച സമയത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, അടിച്ചിട്ടുള്ള ഗോളുകളൊക്കെ നോക്കുക, അടിപൊളിയാണ്. സോ അങ്ങനെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് റോഡ്രിഗോ എന്ന് പറയുന്നത്. ആൾ ആ ഒരു ലെഫ്റ്റിൽ കളിക്കേണ്ട പ്ലെയറാണ്. ഞാൻ മുന്നേ ചാനലിൽ പറഞ്ഞിട്ടുള്ളതാണ്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളതും അതുപോലെ തന്നെ എൻ്റെ പല ബ്രസീലിയൻ ഫാൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ചില റയൽ ഫാൻസ് ഒക്കെ ആയിട്ടുള്ള ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതും, ലെഫ്റ്റിൽ സ്ഥിരമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ വിനീഷ്യസിൻ്റെ മുകളിൽ പോകാൻ പറ്റുന്ന പ്ലെയറാണ് റോഡ്രിഗോ എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നില്ല അതിന് അങ്ങനെ ഒരു എതിരഭിപ്രായം ഉണ്ടോയെന്ന്. ഉണ്ടായിരിക്കും, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഇനിവേ അങ്ങനത്തെ ഒരു അഭിപ്രായമൊക്കെ നിലനിൽക്കുന്നുണ്ട്. അത്രയും കേപ്പബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ് റോഡ്രിഗോ. അപ്പോൾ ഈ ഒരു പ്ലെയർ പ്രീമിയർ ലീഗിലേക്ക് എത്തുക എന്ന് പറയുമ്പം അടിപൊളിയായിരിക്കും പ്രീമിയർ ലീഗ് ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം ആഴ്സണലിലേക്ക് പോകാനുള്ള ഒരു പ്രോബബിലിറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ആഴ്സണലിലേക്ക് പോകാൻ നല്ല സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ആഴ്സണലിൻ്റെ ലെഫ്റ്റ് സൈഡ് കുറച്ച് ഡെഡാണ്. കഴിഞ്ഞൊരു സീസണിൽ തന്നെ അവർ പിന്നോട്ട് പോകാൻ പ്രധാന കാരണം അവരുടെ ലെഫ്റ്റ് സൈഡാണ്. ഇപ്പോൾ മാർട്ടിനെല്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഏതോ 1-2 മാച്ചിൽ അസിസ്റ്റ് കൊടുത്ത്, അതായത് എപ്പോഴെങ്കിലും ഒരു അസിസ്റ്റ്, ഒരു ഗോള്, അതൊക്കെ തന്നെ മാർട്ടിനെല്ലിൻ്റെ അടുത്ത് കാണുന്നുള്ളൂ. അല്ലാതെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഓപ്പണൻറ്റിന് അവിടെ മാർട്ടിനെല്ലി ഉണ്ട്, മാർട്ടിനെല്ലിനെ ഒന്ന് പേടിക്കണം എന്നുള്ളൊരു ഫീല് കൊടുക്കുക, അതൊന്നും മാർട്ടിനെല്ലിൻ്റെ സൈഡിൽ നിന്ന് കഴിഞ്ഞ സീസണിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള ഒരു പ്ലെയറാണ് മാർട്ടിനെല്ലി. നല്ല പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്, യങ്ങാണ്, അതൊന്നും സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ അവിടെ മാർട്ടിനെല്ലിനെ ബെഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു പ്ലെയർ വേണം. ഈ ഒരു ആഴ്സണലിന് പ്രീമിയർ ലീഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഗെയിം ചേഞ്ചിങ് പ്ലെയർ വേണം. അതായത് ഇപ്പോൾ കഴിഞ്ഞ സീസണിൽ ലിവർപൂൾ നോക്കുകയാണെങ്കിൽ അവിടെ ലൂയിസ് ഡിയാസ് ഉണ്ട്. ഡിയാസിനെ സബ് ചെയ്തിട്ട് അവിടെ ഗ്യാക്പോ വരുമ്പോൾ ഗ്യാക്പോ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ ഗ്യാക്പോനെ സബ് ചെയ്തിട്ട് ഡിയാസ് വരുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഇമ്പാക്റ്റ് കണ്ടിട്ടില്ലേ? അപ്പം അങ്ങനത്തെ ഒരു പെയറായിട്ട് മാറണം ഈ ഒരു മാർട്ടിനെല്ലി റോഡ്രിഗോ സൈഡ്, ഇവർക്ക് പ്രീമിയർ ലീഗ് അടിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ. സോ പ്രീമിയർ ലീഗ് അടിക്കണം എന്നുണ്ടെങ്കിൽ റോഡ്രിഗോ ആഴ്സണലിലെ ലെഫ്റ്റിൽ വേണം, അല്ലെങ്കിൽ അവർക്ക് പ്രീമിയർ ലീഗ് അടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് മുഷ്കിലാണ്. അപ്പം ആൾക്കുള്ളൊരു പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഇതൊരു കൃത്യമായിട്ടുള്ളൊരു എമൗണ്ട് ഒന്നും ആരും പറയുന്നത് കേട്ടിട്ടില്ല. 100, 120, 80 എന്നൊക്കെ പറയുന്നുണ്ട്. എനിവേ ഒരു 100+ കൊടുക്കാൻ പറ്റുന്ന പ്ലെയറാണ്, അത് വർത്താവുന്ന തരത്തിലുള്ളൊരു പ്ലെയറാണ് റോഡ്രിഗോ ഗോസ് എന്ന് പറയുന്നത്. അപ്പം ആള് ആഴ്സണലിലേക്ക് പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. ആഴ്സണൽ പ്ലെയറിനെ സൈൻ ചെയ്യാനും റെഡിയാണ്. അതിൻ്റെ കൂടുതൽ കാരണങ്ങൾ നമ്മൾ പറയാം. പിന്നെ ലിവർപൂളിൻ്റെ കാര്യത്തിലുള്ള പ്രോബബിലിറ്റി നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഈ ഒരു സീസണിൽ ഓൾറെഡി 300 മില്യണിൻ്റെ അടുത്ത് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 300+ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇങ്ങനെ സ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന സാഹചര്യത്തിൽ അവരൊരു 100 അല്ലെങ്കിൽ ഒരു 90, ഒരു 80 ഒക്കെ കൊടുത്തിട്ട് നമ്മുടെ റോഡ്രിഗോൻ്റെ പിന്നാലെ പോകുന്നുള്ളത് കണ്ടറിയണം. പക്ഷേ റോഡ്രിഗോക്ക് അവിടെ ഒരു സ്കോപ്പ് ഉണ്ട്, അത് എടുത്തു പറയേണ്ട കാര്യം. റോഡ്രിഗോ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ വിങ്ങറാണ്, ഡയറക്റ്റ് വിങ്ങറാണ്, വിടുത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്ലെയർ സ്ലോട്ടിന് ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം, അവിടെ ലൂയിസ് ഡിയാസ് പോയിട്ടുണ്ട്. ഡിയാസ് പോയ പൈസ അവരെ കയ്യിലിരിക്കുന്നുണ്ട്. ഓക്കെ, ഓർത്ത് വെച്ചോ, ഡിയാസ് പോയ പൈസ അവരെ കയ്യിലിരിക്കുന്നുണ്ട്. അതേസമയം അവർക്ക് ഇസാക്കിനെ വേണം. എന്നാൽ ന്യൂക്കാസിലിന് ഇസാക്കിനെ കൊടുക്കാൻ താല്പര്യമില്ല. പക്ഷെ ഇവർക്കൊരു സ്ട്രൈക്കർ എന്തായാലും അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്ന മേ ബി ഇസാക്കിനെ അവർക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ
ലിവർപൂൾ റോഡ്രിഗോക്ക് വേണ്ടി പോകും, റോഡ്രിഗോനെ സൈൻ ചെയ്യും. എന്നിട്ട് അവർ താൽക്കാലിക അടിസ്ഥാനത്തിൽ മേ ബി ഒരു ഫോൾസ് നയനെ പോലെ അല്ലെങ്കിൽ സ്ട്രൈക്കറെ പോലെയൊക്കെ നമ്മുടെ ഗ്യാക്പോനെ കളിപ്പിക്കുമായിരിക്കും. അങ്ങനെ ആയിരിക്കും മേ ബി അവർ സീസൺ തള്ളി നീക്കാൻ വേണ്ടി പോകുന്നത്. ഞാനൊരു പ്രോബബിലിറ്റി പറഞ്ഞ കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പം അവർ ഇസാക്കിൻ്റെ മേലെ ഒരു 150 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നിട്ട് ലിവർപൂൾ റോഡ്രിഗോൻ്റെ മേലെ ഒരു 100 ഒന്നും സ്പെൻഡ് ചെയ്യുന്ന പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോൾ ചെയ്തേക്കാം. അങ്ങനെ മനസ്സിൽ തോന്നുന്ന ഓരോരോ കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് എന്തുകൊണ്ട് തോന്നുന്നത് ആൾ മേ ബി ആഴ്സണൽ ചൂസ് ചെയ്തേക്കാം എന്നാണ്. അപ്പോൾ ട്രോഫി അടിക്കാനൊക്കെ ഉള്ള പ്രോബബിലിറ്റി ഒക്കെ നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ചൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. പക്ഷേ മേ ബി ആൾ ആഴ്സണൽ ചൂസ് ചെയ്തേക്കാം എന്ന് എനിക്ക് ഒരു തോന്നൽ. അതാണ് പറഞ്ഞത്. കാരണം ലിവർപൂളിൽ ഇപ്പോൾ അത്യാവശ്യം വേണ്ടത് സ്ട്രൈക്കറെയാണ്. അപ്പോൾ അവർ ആ സ്ട്രൈക്കറെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ ലെഫ്റ്റ് വിങ്ങർക്ക് വേണ്ടി പോകും എന്നുള്ളത് കണ്ടറിയണം. ചിലപ്പോൾ പോവാം, കാരണം എന്തോ പ്രാന്ത് പിടിച്ച പോലെയാണ് ഇപ്പോൾ FSG നിൽക്കുന്നത്. ഓർക്കെന്തോ ഒരു ഓയിൽ റിസർവ് എന്തോ കിട്ടിയേക്കെന്ന് തോന്നുന്നത്. അപ്പം അങ്ങനെ അവർ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ റോഡ്രിഗോനെ കൂടെ എത്തിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എത്തിക്കാം. എനിവേ അവരുടെ ലെഫ്റ്റ് വിങ്ങിലും റോഡ്രിഗോനെ പോലത്തെ ഒരു പ്ലെയർ അത്യാവശ്യമാണ്. ആർസണലിലെ ലെഫ്റ്റ് വിങ്ങിലും റോഡ്രിഗോനെ പോലത്തെ ഒരു പ്ലെയർ അത്യാവശ്യമാണ്. അപ്പോൾ ഇവരിൽ ആര് സൈൻ ചെയ്യും ആളെ ലിവർപൂൾ വിട്ട് കഴിഞ്ഞാൽ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ്. എനിക്ക് തോന്നുന്നത് കൂടുതൽ ചാൻസ് എങ്ങനെ ആയിക്കഴിഞ്ഞാലും ആഴ്സണലിന് തന്നെയാണെന്നാണ് പേഴ്സണലി എനിക്ക് തോന്നുന്നത്. ആഴ്സണലിന് മേ ബി ട്രാൻസ്ഫർ ഫീ ഒക്കെ കൊടുക്കാനുള്ള പൈസ ആഴ്സണലിൻ്റെ അടുത്ത് ഉണ്ടായിരിക്കും. പിന്നെ ആ ഒരു FFPൻ്റെ ഉള്ളിൽ ഒതുക്കി കൊണ്ടുപോയാൽ മതി, വലിയ ബുദ്ധിമുട്ടുണ്ടാവും തോന്നുന്നില്ല. ലിവർപൂളിനാണെങ്കിൽ കൂളായിട്ട് സൈൻ ചെയ്യാം. മേ ബി അവർക്ക് എളുപ്പത്തിൽ സൈൻ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞേക്കും. കാരണം അറിയാലോ അവർ സാലറി കൊടുക്കുന്നതൊക്കെ കുറവാണ്. അവർ എനിക്ക് തോന്നുന്നു എപ്പോഴും അവർ PSRൽ ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു പൊസിഷനിലാണ് നിൽക്കുന്നത്. എന്തായാലും ഈ രണ്ടിലൊരു ക്ലബ്ബായിരിക്കും കൊണ്ടുപോവാം. പിന്നെ ചെൽസിൻ്റെ പേര് ഇടയ്ക്ക് കേൾക്കും, പക്ഷെ ചെൽസി ഒന്നും ഇൻട്രസ്റ്റഡ് ആവുമെന്ന് തോന്നുന്നില്ല. കാരണം അവർ ഗർണാച്ചോനെയാണ് നോക്കുന്നത്. ഗർണാച്ചോ പിന്നെ ഗിറ്റൻസ് ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിലേക്ക് വേറൊരു പ്ലെയർ അവർ നോക്കുന്നത് തോന്നുന്നില്ല. എനിവേ ലെറ്റ്സ് സീ. ഈ ഒരു സാഗ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. റോഡ്രിഗോ ഇങ്ങോട്ട് പോകും. നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. അതുപോലെ ഏതൊരു ഫീക്കായിരിക്കും മേ ബി സെയിൽ നടക്കുകയാണെങ്കിൽ നടക്കുക, അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. എന്തായാലും ഈ ഒരു ഡീല് നടക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ആൾ റയൽ വിടുന്നതാണ് തോന്നുന്നത്. പക്ഷെ ആളൊരു ട്രൂ മാഡ്രിഡിസ്റ്റാണ്. അതായത് ആൾക്ക് റയൽ വിടണം, വേറെ അടുത്ത് പോയി വലിയ പൈസ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. എനിക്ക് റയലിൽ നിന്നാൽ മതി, ഞാൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ റയലിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അവിടെ അത്തരത്തിലുള്ളൊരു പ്ലെയറെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ, അവർ വിന്നിനാണ് പ്രയോറിറ്റൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ റോഡ്രിഗോനെ അവിടെ നിർത്തുന്നതുകൊണ്ട് കാര്യമില്ല. ഐ മീൻ അത്യാവശ്യം വേജൊക്കെ മേടിക്കുന്നുണ്ടാവുമല്ലോ, എനിക്ക് കറക്റ്റ് അറിയില്ല. അത്യാവശ്യം വേജൊക്കെ മേടിക്കുന്ന സ്ഥിതിക്ക് ആളെ ചുമ്മാ അവിടെ നിർത്തുന്നതിൽ കാര്യമില്ല. പിന്നെ വേറൊരു ടീമിൽ പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അവിടെ സൂപ്പർ സ്റ്റാർ ആവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്ലെയറാണ് റോഡ്രിഗോ. അപ്പം റയലിൽ ചുമ്മാ നിൽക്കുന്നതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇഫ് ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, പിന്നെ ലെറ്റ്സ് സീ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.